നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വിലയേറിയതും ശത്രുവിന്റെ റഡാറുകൾക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത ഏറ്റവും കരുത്തനായ യുദ്ധവിമാനം F-35B ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ, ഒന്ന് അനക്കി മാറ്റാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ബ്രിട്ടനും ഏറ്റവും അധികം ചങ്കെടുപ്പുണ്ടാകുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഈ അതീവ രഹസ്യത്തിന്റെ ദുരൂഹത വർദ്ധിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ജൂൺ 14 രാത്രിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ F-35B സ്റ്റെൽത്ത് യുദ്ധവിമാനം ഇറക്കിയത്. ഈ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഒന്നും ഇവിടെ വെച്ച് നടത്തേണ്ടതില്ല, എന്തിനേറെ പറയുന്നു ഹാങ്ങറിലേക്ക് പോലും മഴ നനയാതെ മാറ്റേണ്ടതില്ല എന്നടക്കമുള്ള കർക്കശ നിലപാട് അമേരിക്കയും ബ്രിട്ടനും സ്വീകരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ അതിൽ മയപ്പെടുത്തുകയാണ്. ഇതിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യ ചോർത്തിയെടുക്കുമോ എന്ന ഭയം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. എന്നാൽ ഇപ്പോൾ തലസ്ഥാനത്ത് വെച്ച് തന്നെ, തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിലേക്കും തന്നെ ഏറ്റവും ആധുനികമായ ഈ പോർവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായി, അതീവ രഹസ്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നാണ് UK നിർദ്ദേശം. ഒരു കാരണവശാലും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും അറിയാൻ പാടുള്ളതല്ല. അതോടെ 2 ആഴ്ചയിലധികമായി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന F-35Bയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം ഭയക്കുന്നത്? ഇതിനുള്ളിൽ എന്ത് രഹസ്യമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വിമാനത്തിന്റെ തകരാറുകൾ സംബന്ധിച്ചോ കേന്ദ്ര സർക്കാരുമായി നടത്തുന്ന ചർച്ചകളുടെ വിശദാംശങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടില്ല എന്നാണ് UK സർക്കാർ ഇപ്പോൾ പറയുന്നത്. അറ്റകുറ്റപ്പണികളുടെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഈ വിമാനം റോയൽ എയർഫോഴ്സിന്റെ ഭാഗമായി തിരികെ സർവീസിൽ കൊണ്ടുവരുമെന്ന ആത്മവിശ്വാസം അടക്കം അവർ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ അറ്റകുറ്റപ്പണികൾക്കായി UK നിന്നുള്ള വിദഗ്ധ സംഘം എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഒരു സൂചന ലഭിച്ചത്, ഇതിപ്പോൾ പൊളിച്ചു വെക്കേണ്ടി വന്നാലും കേരളത്തിൽ വെച്ച് ഒരു പണിയും നടത്തില്ല, ഇന്ത്യയിൽ വെച്ച് യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്തില്ലെന്നും ഇതിന്റെ വിവരങ്ങൾ സാങ്കേതിക വിദ്യ അടക്കം ചോർത്തപ്പെടുമെന്നുള്ള സംശയം UK പങ്കുവച്ചിരുന്നു. മറ്റ് നിവൃത്തിയൊന്നും തന്നെയില്ല, ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അമേരിക്കയിൽ നിന്നും വിമാനങ്ങളെ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന കാർഗോ വിമാനങ്ങൾ എത്തിച്ച് ഈ യുദ്ധവിമാനത്തെ കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. എന്നാൽ അതിലൊന്നും തന്നെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ജൂൺ 14 രാത്രി ഏകദേശം 9 മണിയോടെ തിരുവനന്തപുരം തീരത്തിനടുത്ത് വെച്ച് വിമാനം ഒരു അടിയന്തര സിഗ്നൽ നൽകി. സ്ക്വാക് 7700 നൽകി എന്നാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് അടിയന്തരമായി തന്നെ ലാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ സാങ്കേതിക തകരാർ, അതല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കൽ. ഇതനുസരിച്ചുകൊണ്ട് വിമാനത്തെ ലാൻഡ് ചെയ്യാനായി സമ്മതിച്ചു. പക്ഷേ ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ രേഖപ്പെടുത്തിയ ഈ വിവരങ്ങൾ പിന്നീട് സൈറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമായതാണ് ഏറ്റവും അധികം ദുരൂഹത ഉണ്ടാക്കുന്നത്. എന്തിനിത് മായ്ച്ചു കളഞ്ഞു? സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ഇറക്കിയെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് അറിയിച്ചു. എന്നാൽ ആദ്യം പറഞ്ഞതാകട്ടെ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി മാത്രമാണ് വിമാനം ലാൻഡ് ചെയ്തെന്നായിരുന്നു. പിന്നീട് പറന്നു പോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യം ഉയർന്നപ്പോൾ സാങ്കേതിക തകരാറുണ്ടെന്നുള്ളത് സമ്മതിച്ചു. ഇത്രയധികം അത്യാധുനിക സംവിധാനങ്ങളുള്ള വിമാനത്തിന് സാങ്കേതിക തകരാറ് കാരണം പറന്നു പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചും വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. UK നിന്നുള്ള എഞ്ചിനീയറിംഗ് സംഘം പ്രത്യേക ഉപകരണങ്ങളുമായി എത്തിയ ശേഷം വിമാനത്താവളത്തിലെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ കേന്ദ്രത്തിലേക്ക് മാറ്റും. MROയിലേക്ക് മാറ്റി അവിടെ വെച്ച് പണി നടത്താനാണ് തീരുമാനം. ഇൻഡോ പസഫിക് മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് ഈ വിമാനം പറന്നുയർന്നത്. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നത് വരെ ഈ പടക്കപ്പൽ ഈ മേഖലയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം അടക്കം അവശേഷിക്കുകയാണ്. അതിനുള്ള കൃത്യമായ മറുപടി ഇതുവരെ അധികൃതർ നൽകിയിട്ട് പോലുമില്ല. ഷോർട്ട് ടേക്ക് ഓഫിനും വെർട്ടിക്കൽ ലാൻഡിങ്ങിനും കഴിവുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച പോർവിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് F-35B എന്ന് പറയുന്നത്. അങ്ങനെ കഴിവുള്ള വിമാനത്തിനാണ് നിലവിൽ പറന്നു പൊങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.